ലേഡീസ് അവറിൻ്റെ ഫെങ്ഷു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഫെങ്ഷുവിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഫെങ്ഷു തേജസ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. നമുക്കിപ്പം പുതിയതായിട്ട് അറിയാനുള്ളത് തുളസി തറ എവിടെ വയ്ക്കണം, വീട് കെട്ടുമ്പോൾ മതിൽ ആദ്യം വയ്ക്കണം, മതിലിന് പൊക്കം എത്രത്തോളം വേണം, അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. ഇപ്രാവശ്യം തുളസിത്തറ വയ്ക്കുന്നത് എവിടെയാണ്, എന്താണ് തുളസിത്തറ കൊണ്ടെന്നുള്ള ഉപയോഗം അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴും തുളസിത്തറ പഴയ വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാന വാതിലിൻ്റെ മുന്നിൽ തുളസിത്തറ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് ഈ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ തുളസിത്തറ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ശാസ്ത്രീയപരമായിട്ടുള്ള വശം കണ്ടുകൊണ്ടാണ് പണ്ടുള്ള ആചാര്യന്മാർ ഇത് ചെയ്തിട്ടുള്ളത്. ശരിക്കും വീട്ടിൻ്റെ പ്രധാന വാതിലൂടെയാണ് എനർജി കൂടുതലായിട്ട് ഉള്ളിലോട്ട് കടന്നു വരുന്നത്. പല പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കേസാണ്. അതേപോലെ തന്നെ ഈ തുളസിത്തറയിൽ ആ നിൽക്കുന്ന തുളസിയിൽ തട്ടി വരുന്ന ആ ഒരു കാറ്റ് വീടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുവാൻ, തുളസിയിൽ തട്ടി വരുന്ന കാറ്റ് ആ വരുന്ന എയറിനകത്ത് ബാക്ടീരിയ, വൈറസ് എന്നിവയെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവാണ് ഈ തുളസി ഇലയിൽ ഉള്ളത്. അപ്പോൾ ഫ്രഷ് എയർ വീട്ടിലോട്ട് കിട്ടുവാനും വേണ്ടിയാണ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തുളസിത്തറ വയ്ക്കുന്നത്. അത് വടക്കോട്ട് ദർശനമുള്ള വീടായിരുന്നാലും, തെക്കോട്ട് ദർശനമുള്ള വീടായിരുന്നാലും, പടിഞ്ഞാറ് ദർശനമുള്ള വീടായിരുന്നാലും, കിഴക്ക് ദർശനമുള്ള വീടായിരുന്നാലും, ഏത് ഡയറക്ഷനുള്ള വീടായിരുന്നാലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ തുളസി നടുന്നത് നല്ലതാണ്. തുളസിത്തറയ്ക്ക് പ്രത്യേക സ്ഥാനം കണ്ടെത്തി. തുളസിത്തറയ്ക്ക് പ്രത്യേക സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൽ തട്ടി വരുന്ന എയർ ഉള്ളിലോട്ട് പോകുക. അതിൻ്റെ പ്രത്യേകിച്ച് സ്ഥാനം എന്ന് വെച്ചാൽ വാതിലിൻ്റെ നേരെ മുന്നിലായിരിക്കണം തുളസിത്തറ വരേണ്ടത്. വിളക്ക് വയ്ക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. വച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആ വരുന്ന നമ്മുടെ അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള എനർജിയും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് കിട്ടും. നിർബന്ധമില്ല വിളക്ക് വയ്ക്കണമെന്ന് കേട്ടോ. അപ്പോൾ തുളസിത്തറ നമുക്ക് വീട്ടിൽ വയ്ക്കുന്നത് വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തുളസിത്തറ വയ്ക്കാം. അപ്പോൾ അതിന് രണ്ടാമത്തെ ചോദ്യം മതിലിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അത് മതിലെന്ന് പറയുമ്പോൾ ഒരു വീട് വയ്ക്കുവാൻ നമ്മൾ സ്ഥലം കണ്ട് ബേസ്മെൻറ്റ് കെട്ടുന്നതിന് മുന്നേ ആദ്യം നമ്മൾ തിരിക്കേണ്ടത് ആ കോമ്പൗണ്ട് വാൾ കെട്ടി വീടിനെ തിരിക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? പുറത്തുനിന്ന്, അതായത് ആ ഏരിയ നമ്മുടെ ഏരിയ ഇത്രയുമാണ്, നമ്മുടെ വാസ്തുസ്ഥാനം ഇതാണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഫസ്റ്റ് വീടിന് കോമ്പൗണ്ടാണ് കെട്ടേണ്ടത്. മതിൽ കെട്ടി തിരിച്ചതിന് ശേഷം മാത്രമാണ് അതിനുള്ളിൽ പണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു, വാസ്തുപുരുഷൻ്റെ ഈ കാൽക്കുലേഷന് വേണ്ടി മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഈ മതിലിന് പുറത്ത്, കാരണം പല പല നെഗറ്റീവ് എഫക്റ്റുകളും വരാം. നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്നത് പോലെ ഈ എന്താ പറയുക, ബാധ, ഉപദ്രവം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നെഗറ്റീവായിട്ട് വരുന്ന ചിന്തകളാണ്, നെഗറ്റീവ് തോട്ടുകളാണ്, അതെല്ലാം നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ബാധിക്കാതിരിക്കുവാനാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേ പവറിൽ അതേ രീതിയിൽ മറ്റൊരു എനർജി ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ വീട്ടിൽ വരാതിരിക്കാൻ ആദ്യം മതിൽ കെട്ടണം. മതിലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും 6 അടി അല്ലെങ്കിൽ 4 അടി ഈ ഹൈറ്റിലേക്ക് മതിൽ വയ്ക്കാൻ നമുക്ക്, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വയ്ക്കാം. വലിയ ക്ഷേത്രങ്ങളെ പോലെ വലിയ മതിലൊക്കെ വേണമെങ്കിലും വീട്ടിൽ വയ്ക്കാം. നല്ല ഭംഗിയായിട്ടൊരു വീട് വെച്ചതിന് ശേഷം ഇത്രയും വലിയ മതിൽ വെച്ച് കഴിഞ്ഞാൽ വീട് ആർക്കും കാണാനൊന്നും പറ്റില്ല. മിനിമം നമുക്കൊരു 4 അടിയോ 4.5 അടിയോ ഹൈറ്റിലൊക്കെയാണ് മതിൽ ശരിക്കും ഒരു അളവ് വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് വാതിൽ നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. മതിൽ ഗേറ്റ് ഇടുമ്പോൾ പ്രധാന വാതിലിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ഗേറ്റേ പാടുള്ളൂ, വലിയ ഗേറ്റ് പാടില്ല. എപ്പോഴും കിഴക്ക് ദർശനമുള്ള വീടുകളാണെങ്കിൽ ആ മതിലിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് വടക്കോട്ട് മാറിയാണ് ഗേറ്റിന് ഏറ്റവും നല്ല സ്ഥാനം വരുന്നത്. അഗ്നി കൊണ്ട് ഗേറ്റ് ഇടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തെക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിലും ആ മതിലിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, ഇപ്പോൾ തെക്കോട്ട് ദർശനമുള്ള ഒരു വീടിന് ഒരു മതിലിൻ്റെ ഇതാണ് ആ ഫ്രണ്ടിലുള്ള മതിൽ, ആ ഫ്രണ്ടിലുള്ള മതിൽ, ആ മതിലിൻ്റെ എത്ര നീളമുണ്ട്, ഒരു ചരട് പിടിച്ചിട്ട് ചരട് 2ആയിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം കിഴക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പിടിക്കുക. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് തെക്ക് സ്പേസ് നമുക്ക് കിട്ടും. തെക്കിൽ നിന്ന് തെക്ക് കിഴക്കോട്ട് മാറി ആണ് നമ്മൾ ഗേറ്റ് വയ്ക്കുവാൻ ഉത്തമം. തെക്ക് പടിഞ്ഞാറോട്ട് മാറി ഗേറ്റ് വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ്. അവിടെ വേറെ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ അവിടെ ഗേറ്റ് വെച്ചേ പറ്റൂ. പക്ഷേ ഗേറ്റ് വയ്ക്കാതിരിക്കുന്നത് ഏറ്റവും തെക്ക് പടിഞ്ഞാറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത്. ഭൂമിയിൽ നമ്മുടെ സാധാരണ ഗ്രൗണ്ട് സ്പേസ് എന്ന് വെച്ചാൽ അവിടെ ഹൈറ്റ് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് വെച്ചാൽ
കാറൊക്കെ നമുക്ക് കയറ്റിയിടാനുള്ളൊരു ബുദ്ധിമുട്ടും അവിടെയുണ്ട്. അപ്പോൾ അത് വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. രണ്ടാമത് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണെങ്കിലും സെയിമാണ്. പടിഞ്ഞാറ് ഭിത്തിയുടെ ടോട്ടൽ ലെങ്ത് എടുക്കുക, ആ ചരട് രണ്ടായിട്ടും മടക്കുക, എന്നിട്ട് വടക്ക് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുക. തെക്ക് ഭാഗത്തുനിന്നല്ല, തെക്ക് ഭാഗത്തുനിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിപ്പം ഗേറ്റ് വരുന്നത്. വടക്ക് ഭാഗത്തുനിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടായിരിക്കണം അവിടത്തെയും ഗേറ്റ് വരേണ്ടത്. വടക്ക് ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ നമുക്ക് ഏത് ഭാഗത്ത് വേണോ ഗേറ്റ് വരാം. ഈശാന കൊണ്ടും വരാം, ഇപ്പുറത്തും വരാം, അത് പ്രോബ്ലം ഇല്ല. നമുക്ക് എങ്ങോട്ട് വേണോ നമുക്ക് ഗേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 3 ദിശകളിലും ഗേറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറയാം, കിഴക്ക് ഭാഗത്തോട്ടാണെങ്കിൽ വീടിൻ്റെ പ്രധാന മതിലിൽ ഗേറ്റ് ഇടുമ്പോൾ ഈശാന കോണിലോട്ട്, അതായത് വടക്ക് ഭാഗത്തോട്ട് മാറ്റി വേണം ഗേറ്റ് ഇടാൻ. തെക്ക് ഭാഗത്തോട്ടാണെങ്കിൽ വീടിന്റെ വാതിലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മതിൽ ഗേറ്റ് ചെറിയൊരു ഗേറ്റ് ആവാം, വലിയ ഗേറ്റ്, കാറൊക്കെ ഇടുന്ന ഗേറ്റ് ആണെങ്കിൽ വടക്ക് ഭാഗത്തോട്ട് മാറ്റിയിടുക. അത് തെക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ തെക്ക് ഭാഗത്ത് ചെറിയ ഗേറ്റ് ആവാം, ആ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് കിഴക്കോട്ട് മാറ്റിയായിരിക്കണം ഗേറ്റ് ഇടുന്നത്. പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ നമ്മൾ ആ ഗേറ്റ് ഇടുന്നതിൻ്റെ വലത്തോട്ട് മാറിയായിരിക്കണം, വടക്ക് ഭാഗത്തോട്ട് മാറിയായിരിക്കണം. അപ്പോൾ എപ്പോഴും സൗത്ത് വെസ്റ്റ് കോർണർ നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇതുണ്ടാവും. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സെപ്റ്റിക് ടാങ്ക് പല വീടുകളിലും നമ്മുടെ അഗ്നികോണിൽ സെപ്റ്റിക് ടാങ്ക് വന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഈ അഗ്നികോണിൽ ഒരുപക്ഷെ സെപ്റ്റിക് ടാങ്ക് വരികയാണെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ട് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ വീടുകളിൽ അവർക്ക് ടെൻഷനൊന്നും വേണ്ട. ചെറിയൊരു റെമഡി നമുക്ക് അതിനകത്തുണ്ട്. ഒരു 5 റോഡിൻ്റെ വിൻചെയിം, 5 പൈപ്പിൻ്റെ ഒരു വിൻചെയിം കൊണ്ടുവന്ന് നമ്മൾ ആ സെപ്റ്റിക് ടാങ്കിൻ്റെ അവിടെ, അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ ഒരു കോർണറിൽ നമ്മൾ ഹാങ് ചെയ്തിടുക. ഫെങ്ഷി മുഖേനയുള്ള റെമഡിയാണ് അത്. ടോയ്ലറ്റിനും ആ ഒരു റെമഡി ഉണ്ട്. പക്ഷേ ആ ഭാഗത്ത് ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 പൈപ്പിൻ്റെ ഒരു വിൻചെയിം അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഈ ഫിഷ് ടാങ്കൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ലിവിങ് റൂമിൻ്റെ ഒരു പക്ഷേ നമ്മൾ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ദോഷമായിരിക്കാം. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എനർജൈസ് ചെയ്യാം. വീടിൻ്റെ ദോഷമായതുകൊണ്ട് ലിവിങ് റൂമിൽ നമ്മൾ എനർജൈസ് ചെയ്യുക. അപ്പോൾ ലിവിങ് റൂമിൽ നമ്മൾ എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിവിങ് റൂമിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഫിഷ് ടാങ്ക് വയ്ക്കുക, അതിനകത്തൊരു 8 ഗോൾഡ് ഫിഷ് ഒരു ബ്ലാക്ക് വിടുക, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു ദോഷത്തെ സാമ്പത്തികം എല്ലാവരും കഷ്ടപ്പെടുന്ന സാമ്പത്തികത്തിന് വേണ്ടിയാണ്. ആ സാമ്പത്തികത്തിനൊരു ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി, ആ സാമ്പത്തികം ഫ്ലോ കറക്റ്റായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികം നമ്മുടെ കയ്യിൽ വരാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഗോൾഡ് ഫിഷും ഈ ബ്ലാക്കും ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനകത്ത് സാമ്പത്തികത്തിൻ്റെ കുറിച്ച് ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു എന്താ പറയുക, ഒരു പ്രസന്നത ഉള്ള ഒരു ഇതാണ്. അപ്പം അവിടെ വയ്ക്കാം. കാരണം നമുക്ക് അതിൽ നിന്ന് ഒരു മീൻ എന്തെങ്കിലും ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട. അത് നമുക്കുണ്ടാകുന്ന എന്തോ ഒരു ദോഷം അതിൽ തീർന്നു എന്ന് മാത്രം കണക്കാക്കുക. അത് പല വീടുകളിലും വലിയ അരോണയൊക്കെ വാങ്ങിച്ച് വളർത്താറുണ്ട്. ഏകദേശം 10-60,000 രൂപയുടെ അരോണ വരെ വാങ്ങിച്ച് വളർത്തുന്ന പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അരോണ ഫിഷൊക്കെ നമ്മളിടുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിനകത്ത് ഇടേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഈ ഫ്ലവർ ഓൺ, അരോണ, ഈ ഗോൾഡ് ഫിഷ് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഫെങ്ഷി മുഖേന നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലിവിങ് റൂമിൽ നമ്മൾ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വടക്ക് സെറ്റ് ചെയ്യാം. വടക്കും 8 ഗോൾഡ് ഒരു ബ്ലാക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ചേഞ്ച് ഉണ്ടാകും. പക്ഷേ ഗ്രൗണ്ടിൽ, അതായത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫെങ്ഷി വെച്ച് നോക്കുമ്പോൾ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടാങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ടാങ്ക്, അല്ലെങ്കിൽ പല വീടുകളിലും തെക്ക് കിഴക്കാണ് കിച്ചൺ സെറ്റ് ചെയ്യുന്നത്. ആ കിച്ചണിൽ വരുന്ന വേസ്റ്റ് വാട്ടർ പോകുന്നതും തെക്ക് കിഴക്ക് ഭാഗത്തോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊന്നും നമുക്കടുത്ത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് അവിടെ ഒരു 5 പൈപ്പിൻ്റെ ഒരു വെഞ്ചയും അവിടെ തൂക്കിയിടുക. രണ്ടാമത് ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുക, അതിനകത്ത് 8 ഗോൾഡ് ഫിഷ് ഒരു ബ്ലാക്ക് ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദോഷം, ആ സാമ്പത്തികത്തിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് അതിനുള്ള കറക്ഷൻ നടത്തിത്തരും. നമസ്കാരം.